അച്ഛാ, എന്ത് മോനെ? എനിക്കൊരു സംശയം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പത്രം വായിച്ചപ്പം ഒരു വാർത്ത കണ്ടു. ആ പ്രശസ്ത നടൻ ഹൃദയാഘാതം മൂലം ആ അന്തരിച്ചു. ആ അതേ വാർത്ത തന്നെ വേറൊരു പത്രത്തിൽ വേറൊരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓ പ്രശസ്ത നടൻ ഹൃദയസ്തംഭനം മൂലം അന്തരിച്ചു. അപ്പൊ എന്താണ് ഈ ഹൃദയാഘാതം, ഹൃദയസ്തംഭനം? ഇത് രണ്ടും ഒന്നാണോ? അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? മോനെ, ഈ ഒരു സംശയം പലപ്പോഴും ഇതിനു മുമ്പ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പല ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ട്. ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും ഒന്ന് തന്നെയാണോ? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? മരണം നടക്കുന്നത് ഹൃദയാഘാതം മൂലമാണോ ഹൃദയസ്തംഭനം മൂലമാണോ? അച്ഛനത് മോന് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ രീതിയിലൊന്ന് വിശദീകരിക്കാം. ഓക്കെ. ഹൃദയം എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മസ്കുലർ മോട്ടോർ പമ്പാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓക്സിജൻ സപ്ലൈയും ന്യൂട്രിയൻ സപ്ലൈ ഒക്കെ വേണ്ടതുണ്ട്. അതിന് സാധിക്കുന്നത് അത് ഹൃദയത്തിലേക്കുള്ള ശുദ്ധരക്തധമനികൾ വഴിയാണ്. അതിന് കൊറോണറി ആർട്ടറീസ് എന്നാണ് പറയുന്നത്. ഇതിന് ബ്ലോക്ക് വന്നു കഴിയുമ്പോൾ കാലക്രമത്തിൽ അങ്ങോട്ട് രക്തോട്ടം കുറയുകയും അപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെടുകയും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുകയും ചെയ്യും. അതിനാണ് ഹൃദയാഘാതം. അപ്പോൾ ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക്, നെഞ്ചുവേദനയായിട്ട് അനുഭവപ്പെടും. അപ്പോഴും ഹൃദയം സ്തംഭിച്ചിട്ടൊന്നുമില്ല. എന്നാൽ ഇതേ ഹൃദയത്തിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വേണ്ടേ? ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഹൃദയം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആ ഇലക്ട്രിക്കൽ സിഗ്നൽസിന് കേടുവരികയും ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും ഹൃദയം നിന്നു പോകും. അതിന് പറയുന്ന പേരാണ് ഹൃദയസ്തംഭനം. ഈ ഹൃദയസ്തംഭനത്തിന് ഏത് മരണവും ഉണ്ടാകുന്ന ഹൃദയസ്തംഭനം മൂലം തന്നെയാണ്. അതിനകത്ത് പല കാരണങ്ങളിൽ ഒരു കാരണമാണ് ഹൃദയാഘാതം. അപ്പോൾ ഹൃദയാഘാതം പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ഹൃദയസ്തംഭനം ഉണ്ടാവും. ഹൃദയാഘാതം മാത്രമല്ല മരണകാരണം. ഡെങ്കി ഫീവർ, സ്ട്രോക്ക്, എന്ത് കാരണം ഉണ്ടായാലും അത് അൾട്ടിമേറ്റ്ലി ഹൃദയം സ്തംഭിക്കുകയും ഹൃദയം മരണം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മരണം ഉണ്ടാകുന്നത് ഹൃദയസ്തംഭനം മൂലം തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് പത്രത്തിൽ വന്ന വാർത്ത ഹൃദയസ്തംഭനം മൂലം മരിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല. മരിക്കുന്നത് ഹൃദയസ്തംഭനം മൂലം തന്നെയാണ്. അപ്പോൾ പറയേണ്ടിയിരുന്നത് ഹൃദയാഘാതം മൂലം മരിച്ചു എന്ന് പറയുന്നതാണ്. അപ്പോൾ മോന് ഞാൻ വളരെ ലളിതമായിട്ട് രീതിയിലാണ് പറഞ്ഞത്. മോന് മനസ്സിലായോ? മോൻ്റെ സംശയം മാറിയോ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സംശയം മാറിയെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.